വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് റാഗി വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കത് പുട്ടിന് കുഴക്കണ പോലെ നമ്മൾ നേരിയതായിട്ട് വെള്ളം ഒഴിച്ച് അത് കുഴക്കണം. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വീഴ്ത്തി പാകത്തിന് അത് കുഴക്കണം. എന്നിട്ട് നമുക്കത് ഇഡ്ഡലി ചെമ്പിൽ അത് ആവി കയറ്റാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. നമ്മളത് ഇങ്ങനെ പരത്തി എടുത്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഉപ്പുമാവ് നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കില്ല അതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കത് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റണം ഒരു 10 മിനിറ്റ് നേരം. വെള്ളം കൂടാനായിട്ട് പാടില്ല കേട്ടോ. ഇപ്പോൾ റാഗി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുത്താലും ഇത് നല്ലതാണ്. അതുകൊണ്ടുള്ള ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അധികം വെള്ളം ആവാനും പാടില്ല, അപ്പോൾ അത് കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് തരുന്നതിനായിട്ട് കിട്ടില്ല ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. റാഗിയുടെ പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്, പൊടിയായിട്ട് വേണം. ഇത് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലൊരു പാത്രം ആക്കിയിട്ടുണ്ട്, അതിനെ ഇട്ട് വെച്ചു. 10 മിനിറ്റ് നേരം ഇത് വേവണം. നമ്മൾ റാഗിപ്പൊടി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അത് നന്നായി കുഴച്ച് പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ അത് 10 മിനിറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊടിയായിട്ടിരിക്കണം. നമ്മൾ പുട്ടിനെ കുഴക്കണ പോലെ ചെയ്യണം കേട്ടോ. പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ 2 സ്പൂൺ ഓയിൽ വീത്തിൻ്റെ അതിൽ കടുകിടണം. പിന്നെ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു 5-10 പോറ്റ്, വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഒന്ന് ഫ്രൈ ആവട്ടെ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ റാഗി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതിൽ ചുവന്നുള്ളിയൊക്കെ ഇട്ടപ്പോൾ തുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടാവും. പിന്നെ ഒരു അരമുറിയുടെ പകുതി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്, അതിടാം. നേരിയതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടാം. പിന്നെ ഒരു കുറച്ച് കപ്പലണ്ടി ഇടാം. കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ടുണ്ട്. നമ്മുടെ അതിൽ ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെ ഇതിലിടാം കേട്ടോ, ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഫ്രൈ ആയോട്ടെ.
വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ച റാഗി പൊടി ഇതിലിടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലിടാം. ഒരു 2 മിനിറ്റ് നേരം ഇത് ഒന്ന് ആവിയിൽ ഒന്നുകൂടി കിടന്നോട്ടെ. ഇത് അടച്ചു വയ്ക്കാം. ഈ 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്നുകൂടി സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്നു. അപ്പോൾ നമ്മുടെ റാഗി ഉപ്പുമാവ് റെഡിയായി. ഇത് ഞാൻ ഒരു പാത്രത്തിലെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ റാഗി ഉപ്പുമാവ് റെഡിയായി. ഇത് നമ്മുടെ ആരോഗ്യത്തിനും ഇത് കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.